മുനാഫിക്ക് സലാത്തില്ല നടക്കില്ലടാ. അതാ ഈമാൻ കേടുണ്ട് എന്ന് മനസ്സിലാക്കണം. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെയും ഹബീബിന്റെ വേണ്ട സലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഞാനുമായി ഖിയാമത്ത് നാളിന്റെ ഏറ്റവും അടുപ്പമുള്ളവർ ആരാ? അക്സറുഹും അലിയ സലാത്തൻ, എൻ്റെ മേലെ ഏറ്റവും കൂടുതൽ സലാത്തില്ലെന്നവരാ നബിയായിട്ട് അടുപ്പം. தெரிஞ்சிല്ല. ഇങ്ങനെ മാശ്രയിൽ പോലും എല്ലാവർക്കും അംഗീകാരമുള്ള, അള്ളാഹുവിന് അംഗീകാരമുള്ള ആ നബി വേറൊരാൾക്കും അംഗീകാരമില്ല അവിടെ. അത്ര കണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന്റെ അർശിന്റെ കാലിൽ ഒരു സ്ഥലത്ത് അള്ളാഹ് എന്ന് എഴുതിയിട്ട് അടുത്തടുത്ത് മുഹമ്മദ്, ആ റസൂലുള്ളാഹിന്റെ ഉമ്മത്താവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. വേറെ ഏതെങ്കിലും ലഭിക്കണ്ടോ? അപ്പോൾ ഉണ്ടോ? ഇതങ്ങൾ മനസ്സിലാക്കി. റഹ്മത്തുൽ ആലമീൻ എന്നൊരു കൊച്ചായത്തിന്റെ വ്യാഖ്യാനം നടത്തി അതിനെക്കുറിച്ച് പ്രസംഗിച്ചാൽ ഇതില്ല. ആ പ്രസംഗം ഒരാളുടെ ജീവിതകാലത്ത് 1000 വയസ്സ് ഒരാൾക്കുള്ള നൽകിയിട്ട് പ്രസംഗിച്ചാലും ആ ഒരൊറ്റ ആയത്തിന്റെ വിശദീകരണം തീരില്ല. പ്രസംഗിക്കാൻ തുടങ്ങിയാൽ അത്ര ഗഹനമുണ്ടതിന്. ലോകർക്ക് മൊത്തവും റസൂലുള്ളാ എങ്ങനെയാണ് റഹ്മത്തായത്? ആ റസൂലുള്ളാന്റെ നുത്തുഫത്തിൽ പറഞ്ഞ ആളാ നിങ്ങളെന്ന ബോധം നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് മര്യാദക്ക് സലാത്ത് ചെല്ല. സലാത്ത് അങ്ങ് ചെല്ലുമ്പോൾ ഇൽമും ഉണ്ടാവും, ഫഹ്മും ഉണ്ടാവും, നല്ല കഴിവുണ്ടാവും, പ്രാപ്തി ഉണ്ടാവും, വലിയ വളർച്ചയും ഉയർച്ചയും ദുനിയാവിൽ ആഖിറത്തിലും ഉണ്ടാവും. മനസ്സിലാവും. ഈ ഒറ്റമൂലിയേക്കാൾ വലിയൊരു മൂലി വേറൊന്നുമില്ല. കാരണം വെള്ളിയാഴ്ച പോലും എന്താ അൽക്കഹഫ് സൂറത്ത് ഓതൽ കഴിഞ്ഞാൽ വെള്ളിയാഴ്ചത്തെ ഏറ്റവും അമലേതാണ് റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് അല്ലല്ല.